ഹലോ, ഇന്ന് നമുക്കൊരു തരിക്കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാനൊരു കാരമലൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ ആദ്യം. അപ്പോൾ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് അതിൻ്റെ കളറൊന്നും മാറുന്നവരെ എല്ലാവർക്കും അറിയാം കാരമലൈസ് ചെയ്യാനൊക്കെ. അപ്പോൾ അതിൻ്റെ കളറും ചേഞ്ച് ആകുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ 2-ാം പാലാണ് കേട്ടോ. 2-ാം പാലും 3-ാം പാലും കൂടി ഒരുമിച്ച് ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പോവാം. ഇത്തിരി അങ്ങനെ കട്ടി കുറഞ്ഞാണ് ഉണ്ടാക്കുന്നത് ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി അല്ല അപ്പോൾ കട്ടിയൊക്കെ ഉണ്ടാവും. ഇത് തിളയ്ക്കുമ്പോൾ ആ പഞ്ചസാരയൊക്കെ അതിൽ ലയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ തരിക്കഞ്ഞി ഉണ്ടാക്കാനൊന്നും എനിക്ക് പണ്ടറിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ഞാനിത് തിളച്ച് വന്നപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് റവയും 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് ഇട്ടു. അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ നിർത്താതെ ഇളക്കി കൊടുത്ത് അത് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇപ്പോൾ ആദ്യം എനിക്ക് പോസ്റ്റിങ് ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പോസ്റ്റിങ് കിട്ടിയത് നാട്ടിക എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ഈ ഗ്ലാസിൻ്റെ പകുതിയോളം ഉണ്ടായിരുന്നു കേട്ടോ 3 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അതാണ് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ അവിടെ എൻ്റെ ചുറ്റും മുസ്ലിം സഹോദരങ്ങളായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ അന്നത്തെ ആ പോസ്റ്റിങ് അവിടെ ജീവിച്ചതും നല്ല മീനൊക്കെ ഇഷ്ടം പോലെ എനിക്ക് വെറുതെ കൊണ്ടുവന്ന് തരും. അത്ര ഒരു ഞാൻ പറഞ്ഞാൽ അവർ കൊടുത്താലും വാങ്ങിക്കില്ല. അങ്ങനെ ഒരു ഭയങ്കര സ്നേഹം. ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററാണത്. പക്ഷേ ഭയങ്കര ഒരു കൂട്ടായ്മയുടെ സ്ഥലമാണ് അത്. അപ്പോൾ അവരുടെ നിന്നാണ് എനിക്ക് ഈ തരിക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കിട്ടിയത്. അപ്പം നോമ്പ് തുറയുടെ നേരമായാൽ അവർ കുറേ വീട്ടുകാർ ഞാൻ പറയും എനിക്കിത് കൊണ്ടുവരണ്ട. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഒന്നാമത്തെ 2 പേര് വയ്യാത്ത മക്കളായിരുന്നു. അവരോടുള്ള സ്നേഹമാണ് അധികം തോന്നും. അപ്പോൾ അവരിങ്ങനെ കുറേ കൊണ്ടുവന്ന് തരും. നമുക്ക് കഴിക്കാൻ പറ്റില്ല. അവസാനം നമ്മൾ കളയേണ്ടി വരും. ഞാൻ പറയും ഇങ്ങനെ കൊണ്ടുവരില്ലേ എന്ന് പറഞ്ഞാലും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതിൽ വളരെ വിശേഷപ്പെട്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഇതാണ് ഈ തരിക്കഞ്ഞി. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ ചോദിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവർ നാളികേരപ്പാലിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കുറേ കുറുക്കി ഇങ്ങനെ കട്ടിയാക്കണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അത് നല്ല കട്ടിയായിട്ടുള്ള 1-ാം പാൽ ലാസ്റ്റ് നമ്മൾ ഒഴിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിളപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ. ചൂടാ വേണ്ടു. ഇതൊഴിച്ചതിൻ്റെ ഒരു ചൂട്. അപ്പോൾ അതിപ്പോൾ തണുത്താണല്ലോ ഇരിക്കുന്നത്. അതൊന്ന് പോകാനുള്ള ഫ്ലെയിമാണ് വേണ്ടത് നമുക്ക്. അത് കഴിഞ്ഞാൽ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല ഈ പാകത്തിന് എടുക്കണം. അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, കട്ടി കൂടിയിട്ടേ. ഇത് നല്ല ഹെൽത്തിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഏലക്കായ പൊടിച്ചിട്ട് കൊടുക്കാം. 1 സ്പൂൺ ഏലക്കായ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ചട്ടി മാറ്റിയിട്ട് വേറൊരു ചട്ടി വെച്ചിട്ട് ഈ പാത്രം കൊണ്ട് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും ഇട്ട്. അപ്പോൾ അവരതിൽ മുന്തിരിയൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് മുന്തിരി വലിയ ഇഷ്ടമില്ലാത്ത തന്നെ ഇട്ടിട്ടില്ല. അപ്പോൾ അത് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ മാറ്റിയിട്ട് ഒരു 10-15 ചുമന്നുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് മസ്റ്റാണ് കേട്ടോ. അതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അത് മുരിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയാണെന്ന് പറഞ്ഞാൽ അത് കുടിച്ച് നോക്കിയാലേ നിങ്ങൾ കുടിക്കുന്നവരാണ്. എന്നാലും ഞാൻ പറയണേ ഇങ്ങനെയാണ് അവരുണ്ടാക്കണം. എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും എനിക്ക് അവരുടെ അവിടുത്തെ ഒരു സ്നേഹവും. ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അവിടുന്ന് പോരാനേ തോന്നാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ എനിക്ക് പോരേണ്ടി വന്നു. അപ്പോൾ ഇത് നമ്മൾ ചൂട്ടോടുകൂടി തരിക്കഞ്ഞിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയായ ഒരു തരിക്കഞ്ഞി നമുക്ക് റെഡിയായി. ഇത് വളരെ ഹെൽത്തിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല
ഇപ്പോൾ റവയൊക്കെയാണല്ലോ, പിന്നെ ഈ നാളികേരം പാലും നെയ്യും ഒക്കെ കുടിച്ച് തന്നിട്ട് നല്ല ടേസ്റ്റിയായ ഒരു പാനീയം എന്ന് പറയാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുക. ഇതാ അവർക്ക് എൻ്റെ ഹസ്ബൻഡിനും അപ്പൂനും മോൾക്കൊക്കെ ഒഴിച്ച് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു.